സേതുവേട്ടാ, എന്താടി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അച്ഛൻ വന്നു. അതിന് ഞാൻ എന്താ വേണം? തലയും കുത്തിക്കണം. ആ തലയും കുത്തി നിന്നു, അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും ചീത്ത. വ്യായാമം ചെയ്യുന്നില്ല, തടി കൂടുന്നു, തോന്നിയസാണെന്നൊക്കെ പറഞ്ഞു. വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാണിതെന്ന് നീ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ശീർഷാസനത്ത് നിൽക്കുമ്പോ അവിടെ സംസാരം ചെയ്തു. ശീർഷാസനത്ത് നിൽക്കുമ്പോ സംസാരിക്കരുത്, വെള്ളം വിലങ്ങും. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്താൻ അവനോട് പറയായിരുന്നു. 5 മണിക്ക് തുടങ്ങിയതാ. ഈ എക്സർസൈസിനെ പറ്റി വല്ല വിവരമുണ്ടോ അല്ലേ അച്ഛാ? അതെ അതെ, എന്നാലും 2 മണിക്കൂറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അയ്യോ, അത് പറ്റില്ല. ഇപ്പൊ തന്നെ എനിക്ക് തടി കൂടുന്നെന്ന് അച്ഛന് കംപ്ലൈന്റാ. ഇതൊന്ന് കുറച്ചെടുക്കാതെ തോറ്റ് പിന്മാറുന്ന പ്രശ്നമില്ല. എന്തോ അല്ല, ഈ മേധസ്സൊക്കെ കളഞ്ഞ് നല്ല സ്ലിമ്മായി. അതിനെ ദിവസം ഒരു 1/2 മണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്യണം. പിന്നെ നിന്റെ ഈ വലിച്ചുവാനുള്ള തീറ്റ ഉണ്ടല്ലോ, അത് നിർത്തണം. ആരെ കാണിക്കാനാണ് നീ കോപ്രായം കാണിക്കണേ? ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആയിട്ട് നീ എക്സർസൈസ് ചെയ്തിട്ടുണ്ടോ? അയ്യോ അച്ഛാ, ദിവസവും ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ട് അല്ലടി. വീക്കെന്നുണ്ടല്ലോ, ഞാൻ കണ്ടെല്ലാം. ഇന്റർവ്യൂവിനൂടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊരു ഏർപ്പാടുണ്ട്. അത് പാസ്സാണെങ്കിലേ നല്ല സ്റ്റൗട്ടായിരിക്കണം. അതെനിക്ക് അറിഞ്ഞൂടെ. ഇന്നലെ രാത്രി ഇത്തിരി വൈകിയ കിടന്ന് റിട്ടേൺ ടെസ്റ്റിനെ പ്രിപ്പയർ ചെയ്യണ്ടേ. അത് ചില്ലറ കാര്യ. എത്ര പുസ്തകം വായിച്ചാൽ അല്പം ജനറൽ നോളജ് കിട്ടുക. അല്ല, അതെ, അതും വേണം. ഒപ്പം ഫിസിക്കൽ ഫിറ്റ്നസും വേണം. നാളെ മുതൽ ആകാശം ഇടിഞ്ഞു വീണാലും ശരി, എക്സർസൈസ് മുടങ്ങുന്ന പ്രശ്നമില്ല. അത് അച്ഛൻ പറയുന്നതിൽ കൂടുതൽ ഒരു തരി.